Hi dear students, this is Lijin here. In the last class we have discussed something about Kerala and the Renaissance history of Kerala. In order to understand the text, there is multiple modernities readings on Kerala. So today we are going to take one of the chapters from module first, that is chapter 5, titled Parting from the Path of Life or Jivita Patha, written by Cherukare Govinda Pisharati. So this is a small part taken from his autobiography. Okay, this much you understand. Since this chapter, there is a parting from the path of life is taken from his autobiography, we have to understand something about the life of the writer. We have to understand the biography of the writer. ഇതൊരു എന്താണ് ഓട്ടോബയോഗ്രാഫി ആയതുകൊണ്ട് തന്നെ നമ്മളല്ലേ റൈറ്ററിന്റെ ജീവിതത്തെ അറിയേണ്ടതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ചെറുക്കാട് അല്ലെ എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു പെൻ നെയിമാണ്. One of the pen names that he used while writing. He has other pen names also. Two other, what we can say, pen names he used. They are Sutradhara and Malangadan. മലങ്കാടൻ എന്ന് പറയുന്ന ഒരു പേരും സൂത്രധാരൻ എന്നും അല്ലെ ചെറുകാട് എന്നൊക്കെ പേരിൽ എഴുതിയിട്ടുള്ള ആളാണ് അറിയാം. വർക്കുകൾ അല്ലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് നമ്മുടെ ഗോവിന്ദ പിഷാരടി എന്ന് പറയുന്ന വ്യക്തി. So he was born in Pulamantol, that is in Perintalmanna, that is in Malappuram. Okay, so മലപ്പുറത്തിലെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തെ പൂലമന്തോൽ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് അദ്ദേഹം ജനിച്ചത്. He was a communist, ഒരു ardent കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ആരെ? ചെറുക്കാട് ഗോവിന്ദ പിഷാരടി. Cherukade first worked as a teacher in a school and then in a college also he worked as a lecturer. Then first he was attracted to the Congress party, but then he was attracted to the Communist party and joined the Communist party. അല്ലെ, അദ്ദേഹം ആദ്യം ഒരു ടീച്ചർ അല്ലെ സ്കൂൾ ടീച്ചർ ആയിട്ടാണ് വന്നത്, പിന്നെ ഒരു കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു, പിന്നെ അല്ലെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്ക് ആകർഷിതനായി. Then he abandoned the Congress party in order to embrace the Communist party. And he lost his job because of his communist activism. അവർക്ക് വളരെ ആക്റ്റീവായിട്ട് കമ്മ്യൂണിസത്തിൽ നിന്നത് കാരണം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. He was in hiding for a period. കുറച്ചു കാലം ഒളിവിലൊക്കെ കഴിഞ്ഞ് അല്ലെ ജീവിച്ച ഒരു ആളാണ് ആര് ഇവിടെ ചെറുക്കാട്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? He has written total 42 books. About 42 books he has written. അദ്ദേഹം ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയ കാലത്ത് തുടങ്ങിയത് കവിതകൾ എഴുതാനായിരുന്നു. He started writing poetry first and then he turned to prose works. In his works he dealt with the themes of poverty, the lives of the middle class people, and the problems of the farmers. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം എഴുതിയിരുന്നത് അല്ലെ. എന്തൊക്കെ? ദാരിദ്ര്യം, മിഡിൽ ക്ലാസ് ലൈഫ് അല്ലെ, കർഷകരുടെ പ്രശ്നങ്ങൾ, പിന്നെ എന്താണ് ക്രൂവലിറ്റീസ് ഓഫ് ഫ്യൂഡലിസം അല്ലെ, ആ ഒരു ജന്മിത്ത വ്യവസ്ഥ അല്ലെ, ഫ്യൂഡലിസത്തിന്റെ ക്രൂരതകൾ, ഇതൊക്കെ ആണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ വേറൊരു തീം എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം അല്ലെ. കാസ്റ്റ് സിസ്റ്റം ഓൾസോ റിയലി ഗെറ്റ്സ് pictured in most of his writings. So because of these all, what we can say, the presence of themes, we can see that his characters are taken from all the walks of life and they interact together. So എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഉള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ വർക്കില് അപ്പിയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. Cherukade wrote mainly poetry, then fiction and drama. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം എഴുതിയത്. സോ അദ്ദേഹത്തിന്റെ അല്ലെ ഫിക്ഷൻ, അതായത് നോവൽസിൽ മെയിൻ ആയിട്ട് പെടുന്ന നോവൽസ് ഏതൊക്കെയാണ്? മണ്ണിന്റെ മാറിൽ തന്നെ എന്താണ് മുത്തശ്ശി,
ശനിദശ, ദേവലോകം, ഭൂപ്രഭു, ഇങ്ങനെയുള്ള കുറച്ച് നോവൽസ് ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ്, അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആണ് ഇത്. മുദ്രമോതിരം, ചെകുത്താന്റെ കൂട് എന്നൊക്കെ പറയുന്ന കുറച്ച് ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ്. പിന്നെ അദ്ദേഹം എഴുതിയൊരു പ്ലേ ആണ് എന്ത്, നമ്മൾ ഒന്ന് എന്ന് പറയുന്ന ഒരു പ്ലേ. നമ്മൾ ഒന്ന് എന്ന് പറയുന്ന പ്ലേ ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. And he also worked for some publications, അതായത് ദേശാഭിമാനി, നവലോകം എന്നൊക്കെ പറയുന്ന പബ്ലിക്കേഷൻസിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പബ്ലിക്കേഷൻ അല്ലെ, പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഹൗസിന്റെ പേരാണ് ഇത്, പബ്ലിഷിംഗ് ഹൗസ്. ശക്തി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പബ്ലിഷിംഗ് അല്ലെ, ഒരു പബ്ലിഷിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. Now coming to the chapter, and ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ആ ഒരു ആത്മകഥയെ പറ്റി പറയേണ്ടതായിട്ടുണ്ട്. സോ ജീവിതപാത, that was published mainly in 1974. 1974 ആ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. And the novel is divided into 3 parts. 3 ഭാഗങ്ങളായിട്ടാണ് ആ ഒരു നോവൽ വന്നിരിക്കുന്നത്. ആ ഒരു 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ 96 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഈസ് ഡിവൈഡ് ഇൻടു 8 ചാപ്റ്റേഴ്സ്, സെക്കൻഡ് പാർട്ട് ഈസ് ഡിവൈഡ് ഇൻടു 12 ചാപ്റ്റേഴ്സ്, ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് കണ്ടെയ്ൻസ് 76 ചാപ്റ്റേഴ്സ്. So parting from the path of life is the name of the 8th chapter of the second part. Second പാർട്ടിൽ വരുന്ന അതായത് 12 ചാപ്റ്റേഴ്സുള്ള സെക്കൻഡ് പാർട്ടിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് ഇത്, പാർട്ടിംഗ് ഫ്രം ദി പാത്ത് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ ദ ചാപ്റ്റർ ബേസിക്കലി നറേറ്റ്സ് ദ ഇവന്റ്സ് ഓഫ് ഹിസ് ലൈഫ്, ദാറ്റ് ഈസ് ഹിസ് ലൈഫ് ഫ്രം ഹിസ് യങ്ങർ ഡേയ്സ്, ദാറ്റ് ഈസ് ഹിസ് ലൈഫ് അണ്ടർ ദ കെയർ ഓഫ് ഹിസ് അങ്കിളിന്റെ ആ ഒരു കെയറിലാണ്, ശിക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നത്. ആൻഡ് ഹിസ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ലീഡിങ് അപ് ടു ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ. സോ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ മരണം വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു 8th ചാപ്റ്ററിൽ, അതായത് സെക്കൻഡ് പാർട്ടിലെ 8th ചാപ്റ്ററായ ഈ ഒരു ഇതിൽ പറയുന്നത്. ബട്ട് നമ്മളെ ചാപ്റ്ററിലെ നമ്മുടെ ആ ഒരു പാർട്ടിംഗ് ഫ്രം ദ പാത്ത് ഓഫ് ലൈഫ് എന്ന പാർട്ട് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ മരണത്തെ പറ്റി പറയുന്നില്ല. സോ ദ ചാപ്റ്റർ വി ഹാവ് ഗോട്ട് ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് what we can say translation of that 8th chapter. 8th ചാപ്റ്ററിന്റെ ഒറിജിനൽ 8th ചാപ്റ്ററിന്റെ പകുതിയെ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ our original 8th chapter, as I said, discusses his life, and അദ്ദേഹത്തിന്റെ അമ്മാവിന്റെ കീഴിലുള്ള ജീവിതത്തെ പറ്റിയാണ് പറയുന്നത് ഇവിടെ. പിന്നെ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ മരണം വരെയുള്ള അദ്ദേഹത്തിന്റെ ലൈഫാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. The work is not a novel, it is an autobiography. So remember the thing, it is an autobiography, a part of an autobiography. And a chapter that is titled Parting from the Path of Life. So what does the name of that chapter mean? പാർട്ടിംഗ് ഫ്രം ദ പാത്ത് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വേർപാട് അല്ലെ, വിയോഗം അല്ലെങ്കിൽ മരണം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ജീവിതത്തിൽ നിന്നുള്ള അല്ലെ പോക്ക് എന്നാണ്, അതായത് മരണത്തിലേക്കുള്ള പോക്ക് എന്നാണ് അർത്ഥം. സോ ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെ, ഹു ഡൈസ് ഇൻ ദിസ് ചാപ്റ്റർ, ഹിസ് ഫാദർ. ബട്ട് വി ഡോണ്ട് ഹാവ് ദാറ്റ് പാർട്ട് ടു സ്റ്റഡി. സോ ആ ഒരു ചാപ്റ്ററിന്റെ ടൈറ്റിൽ പറയുമ്പോൾ അല്ലെ, ടൈറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആ പാർട്ട് നമ്മൾക്ക് ചാപ്റ്ററിൽ വരുന്നില്ല അല്ലെ. ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ ഈസ് നോട്ട് മെൻഷൻഡ് in this chapter that we have got to study, but the original chapter that autobiography describes the death of his father, and that is why the title of this chapter is given as Parting from the Path of Life. അതായത് വേർപാട് അല്ലെ, വിയോഗം, മരണം എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The death of his father അല്ലെ, who parts from the path of life, his father parts away from the path of life. പിന്നെ ഒരു കാര്യം അല്ലെ, ഈ ഒരു ഓട്ടോബയോഗ്രാഫിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെ, ദിസ് ഓട്ടോബയോഗ്രാഫി, as we said, the work came out in 1974.
അല്ലെ നമ്മൾ പറഞ്ഞു 1974 പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് autobiography ജീവിതപാത received the Kerala Sahitya Academy Award in 1975 and also Kendra Sahitya Academy Award in 1977. So published in 1974, Kerala Sahitya Academy Award in 1975 and the Kendra Sahitya Academy Award in 1977. പിന്നെ നമ്മുടെ ഈ ഒരു വർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഇംഗ്ലീഷിലേക്ക് ഈ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ട്രാൻസ്ലേറ്റഡ് ബൈ സിബി ജെയിംസ് ആണ്. സിബി ജെയിംസ് ഹാസ് ട്രാൻസ്ലേറ്റഡ് ദിസ് ഓട്ടോബയോഗ്രാഫി ഇൻ ടു ഇംഗ്ലീഷ്. പിന്നെ ഈ ഒരു പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത് ആ ഒരു പ്രിഫേസ് അല്ലെങ്കിൽ വി ക്യാൻ സേ ഫോർവേഡ് എഴുതിയിരിക്കുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട് അതിനകത്ത് പ്രോമിനന്റ് കമ്മ്യൂണിസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മുടെ ചെറുകാട് അദ്ദേഹം എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. സോ EMS നമ്പൂതിരിപ്പാട് ആമുഖം എഴുതി എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു അത്ഭുതമൊന്നും ഇല്ല. Another important thing we have to tell is ചെറുകാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലി നെയിമാണ്. മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലി നെയിമാണ്. സോ ഈ ഒരു പുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് എന്താണ്, ഒരു വലിയൊരു ഫാമിലിയിൽ ജനിച്ച ആളാണെങ്കിൽ പോലും he was forced to suffer because of the cruel treatment of his uncle. അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ കീഴിൽ വളർന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ യാതനകൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയാം. സോ what we can say the social custom of that family was മരുമക്കത്തായം, അതായത് matrilineal system. മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ എന്താണ്? It is one of the important points we have to remember when we talk about this chapter. മരുമക്കത്തായം അല്ലെങ്കിൽ matrilineal system എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിലെ ഒരു പുരുഷന്റെ അവന്റെ സ്വത്ത് അവന്റെ മരണശേഷം അവന്റെ വൈഫിലേക്കോ അല്ലെങ്കിൽ മക്കളിലേക്കോ അല്ല പോവുക. അതിലേക്കാണ് പോവുക. ഇറ്റ് വിൽ ഗോ സ്ട്രേറ്റ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഹിസ് സിസ്റ്റേഴ്സ് സൺ. സിസ്റ്റേഴ്സിന്റെ മക്കളിലേക്കാണ് എന്ത് ചെയ്യുക, ആ ഒരു ഫാമിലിയിലെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫാമിലി എല്ലാ സ്വത്തും പോകുന്നത് ആ ഒരു സിസ്റ്റേഴ്സിന്റെ കുട്ടികളിലേക്കാണ്. അത് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയാ, മരുമക്കത്തായം അല്ലെങ്കിൽ മാട്രിലിനിയൽ സിസ്റ്റം എന്ന് പറയാം. സോ ഈ ഒരു മരുമക്കത്തായ സിസ്റ്റത്തിൽ ആരാണ് ലീഡർ ഓഫ് ദ ഫാമിലി? സോ ദ ലീഡർ ഓഫ് ദ ഫാമിലി ഈസ് ഓൾവേസ് കോൾഡ് എ കാരണവർ അല്ലെങ്കിൽ അമ്മാവൻ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ഹി വിൽ ബി കൺട്രോളിംഗ് ദി whole family and he will be what we can say possessing the sole power to control everyone. He will be having access to all the property, all the lands of the family. ഒരു ഫാമിലിയിലെ പ്രോപ്പർട്ടീസും പറമ്പും അതിൽ നിന്നുള്ള വരുമാനം എല്ലാം ഡീൽ ചെയ്യുന്നത് ആരായിരിക്കും? ദിസ് ലീഡർ that is whose name who will be called അമ്മാവൻ or കാരണവർ എന്നുള്ളതാണ്. നമ്മള് ഗോവിന്ദ പിഷാരടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെറുകാട് ഗോവിന്ദ പിഷാരടി. ഇനി പിഷാരടി എന്നുള്ള ഒരു വേർഡ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. എന്താണ് പിഷാരടി പറഞ്ഞത്? വി ഹാവ് ഡിസ്കസ്ഡ് ദി കാസ്റ്റ് ആൻഡ് ഓൾ. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ബ്രാഹ്മിൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ബ്രാഹ്മിൻസ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ബ്രാഹ്മിൻസ് ആണ് ആര് എന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്പൂതിരീസ് ദ മോസ്റ്റ് ഓർത്തഡോക്സ് ബ്രാഹ്മിൻസ് ഓഫ് ഇന്ത്യ ആണ് ആര്? നമ്പൂതിരീസ്. സോ നമ്പൂതിരിന്റെ ഒരു കാസ്റ്റ്, ആ ഒരു നമ്പൂതിരി കാസ്റ്റിൽ വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ആര്? ഒരു മെയിൻ ഒരു ഗ്രൂപ്പാണ് ഇത് പിഷാരഡീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് എന്ന് വെച്ചാൽ എന്താ കാണുന്നത്? ജാതി ഒരു ജാതിന്റെ ഒരു കാസ്റ്റിന്റെ ഉള്ളിൽ തന്നെ പിന്നെയും ഡിവിഷൻസ് ആണ്. സോ അങ്ങനെയുള്ള ഒരു ഹൈ ഡിവിഷനിൽ പെടുന്ന അവരാണ് ആര്? ബ്രാഹ്മിൻസ് കാസ്റ്റിൽ അല്ലെങ്കിൽ നമ്പൂതിരി കാസ്റ്റിലെ ഹൈ ഡിവിഷനിൽ പെടുന്നവരാണ് പിഷാരഡീസ്. അതായത് ദേ വിൽ ബി വർഷിപ്പിംഗ് ലോർഡ്
വിഷ്ണു വൈഷ്ണവിസം അല്ലെ വൈഷ്ണവ ഫോളോവേഴ്സ് ആയിരിക്കും ആര് മെയിനായിട്ട് ഈ പിഷാരടി അല്ലെ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ. സോ അവരുടെ പേരും എന്തായിരിക്കും സംതിങ് അല്ലെ റിലേറ്റഡ് ടു വിഷ്ണു. അവർ വിഷ്ണു എന്നുള്ള ഹിന്ദു ഗോഡ് അല്ലെ ത്രിമൂർത്തികളിൽ പെടുന്ന ആളാണ് ആര് വിഷ്ണു. വിഷ്ണു ശിവ ബ്രഹ്മ എന്ന് പറയുന്ന അല്ലെ ആ ഒരു ത്രിമൂർത്തികളിൽ പെടുന്ന ഒരു ആളാണ് വിഷ്ണു. സോ ആ ഒരു വിഷ്ണുവിന്റെ അല്ലെ ഡിഫറെന്റ് നെയിംസ് ആയിരിക്കും എന്ത് ഈ ഒരു നമ്മുടെ പിഷാരടി കാസ്റ്റിൽ പെടുന്ന ആൾക്കാരുടെ പേരിൽ അല്ലെ പേരായിട്ട് അവർ ഇടുക. സോ ഗോവിന്ദൻ അല്ലെങ്കിൽ എന്താണ് രാമൻ അല്ലെ കൃഷ്ണൻ നാരായണ എന്നൊക്കെ പറയുന്ന അല്ലെ നെയിം ആയിരിക്കും. നമ്മളെ റൈറ്ററിന്റെ പേര് തന്നെ നോക്കിയാൽ മതി അല്ലെ. ഹി വാസ് നെയ്മഡ് ഗോവിന്ദൻ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ നെയിംസ് ഓഫ് ലോർഡ് അല്ലെ ലോർഡ് വിഷ്ണു ആണ്. Now we will move to the discussion of the chapter. So നമ്മൾ പറഞ്ഞു already അല്ലെ this chapter is not an exact what we can say complete translation of the original chapter അല്ലെ. ഈ ചാപ്റ്ററിൽ എന്തേ പറയുന്നുള്ളൂ ഹാഫ് പാർട്സ് മാത്രമേ പറയുന്നുള്ളൂ because original chapter also discusses അല്ലെ the death the events that really happened till the death of his father. So death of his father എന്ന് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നില്ല. സോ നമ്മുടെ ചാപ്റ്ററിൽ എന്തേ പറയുന്നുള്ളൂ his life the life of ഗോവിന്ദ പിഷാരടി under the care of his uncle. സോ നമ്മൾ പറഞ്ഞു അല്ലെ എന്താണ് പറഞ്ഞത് ആ ഒരു മാട്രിലീനിയൽ സിസ്റ്റം അല്ലെ മരുമക്കത്തായം ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു സ്ത്രീ അല്ലെ ആ ഒരു നമ്പൂതിരി സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു മരുമക്കത്തായത്തിൽ പെടുന്ന സ്ത്രീ അല്ലെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ സ്വന്തം വീട്ടിൽ തന്നെയാണ് നിൽക്കുക അല്ലെ. ഭർത്താവിന്റെ വീട്ടിലോട്ട് പലപ്പോഴും ഇങ്ങ് പോയി വരലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുട്ടികളെ അല്ലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞേക്കും അങ്ങോട്ട് അല്ലെ, അതായത് അച്ഛനെ കാണാൻ. അത് വളരെ റെയർ ആയിരിക്കും. ഫാദേഴ്സ് ആണ് എപ്പോഴും എവിടെ ഉണ്ടാവുക ഭാര്യ വീട്ടില് താമസിക്കുക. ബിക്കോസ് ആ ഒരു മരുമകൻ അല്ലെ എന്ത് ചെയ്യും അമ്മാവന്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ അവിടെ തന്നെയാണ് അവര് ജീവിക്കുക. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അമ്മാവന് എപ്പോഴും എന്തുണ്ടാവും അല്ലെ അമ്മാവന്റെ മക്കൾക്ക് സ്വത്ത് കിട്ടാണ്ട് അല്ലെ ദാറ്റ് വിൽ ഗോ സ്ട്രേറ്റ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ നെവ്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ അമ്മാവന് എപ്പോഴും എന്തുണ്ടാവും ഈ നെവ്യൂസ് അല്ല ആ ഒരു മരുമക്കളോട് ദേഷ്യം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പറയുന്നത് ഹിസ് ലൈഫ് അണ്ടർ ദ ക്രൂവൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹിസ് അങ്കിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ഹിസ് അങ്കിൾ അല്ലെ ട്രീറ്റഡ് ഹിം not in a decent way. He just treated him especially Staldubre made a mess. He tried to make his Staldubre a mess, but somehow he escaped. അങ്ങനെ പല വിധത്തിലും അല്ലെ എസ്കേപ്പ് ചെയ്ത് അല്ലെങ്കിൽ വി ക്യാൻ സേ അമ്മാവന്റെ ക്രൂവലിറ്റീസിൽ നിന്നൊക്കെ അല്ലെ ഒരുവിധം മാറി അദ്ദേഹം പിന്നെ പഠിച്ച് പിന്നെ എന്ത് ചെയ്യായിരുന്നു വിദ്വാൻ പരീക്ഷയ്ക്ക് പാസ്സായി അല്ലെ ഒരു സ്കൂളിൽ ടീച്ചറായി പിന്നെ കോളേജിലോട്ട് മാറി അല്ലെ കമ്മ്യൂണിസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു മാരി ചെയ്തു. അദ്ദേഹത്തിന്റെ വൈഫ് ആണ് ആര്യ ലക്ഷ്മി പിഷാരസ്യാർ എന്ന് പറയും. അദ്ദേഹത്തിന്റെ സണ്ണായ മോഹൻ ആ മോഹൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹവും ആരായിരുന്നു ഹി ഹാസ് ഓൾസോ റിട്ടൺ സം ബുക്സ്. Now we will discuss the family lineage, family tree of Govinda Pisharati. So look at the diagram. Look at the family tree. So ചെറുകാടിന്റെ അല്ലെ അതായത് ഗോവിന്ദ പിഷാരടിന്റെ പാരന്റ്സ് അല്ലെ ഫാദർ ആണ് ആര് കരുണാകര പിഷാരടി. സോ കരുണാകര പിഷാരടി ആരെ മാരേജ് ചെയ്തു നാരായണി പിഷാരസ്യാർ എന്ന് പറയുന്ന ആള് അല്ലെ ഒരു പിഷാരസ്യാറെ മാരേജ് ചെയ്തു. സോ അവർക്ക് 3 മക്കൾ അല്ലെ ഉണ്ടായി. ആരൊക്കെയാണ് ഗോവിന്ദ പിഷാരടി അതായത് നമ്മുടെ റൈറ്റർ അല്ലെ, പിന്നെ ആരാണ് കുട്ടി ഓപ്പോൾ അല്ലെ ഗോവിന്ദന്റെ സിസ്റ്ററാണ്, പിന്നെ മാളു ഓപ്പോൾ പറഞ്ഞ സിസ്റ്റർ എന്നുള്ള രീതിയിലാണ്. സോ മാളു ഓപ്പോൾ. സോ അതില് കുട്ടി ഓപ്പോളിന്റെ ഹസ്ബൻഡിന്റെ പേര് നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ പറയുന്നില്ല. സോ മാളു ഓപ്പോൾസ് ഹസ്ബൻഡ് ഈസ് നെയ്മഡ്
ബ്ലാക്ക് പട്ടേരി എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. സോ ഗോവിന്ദ പിഷാരടിയുടെ വൈഫാണ് ആര്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ലക്ഷ്മി പിഷാരസ്യ. സോ അവരുടെ മകനാണ് ആര്? മോഹനൻ എന്ന് പറയുന്നത്, who was also a writer. Now we will move on to the line അല്ലെ, അതായത് മാട്രിലീനിയൽ ആ ഒരു ലൈനിലോട്ട് വരുമ്പോൾ നാരായണി പിഷാരസ്യാരുടെ ബ്രദേഴ്സ് ആണ് ആര്? 2 ബ്രദേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് വല്യമ്മാവനാണ്, നെക്സ്റ്റ് വൺ വാസ് കുഞ്ഞമ്മാവൻ. അതായത് കുഞ്ഞമ്മാവന്റെ ഒറിജിനൽ നെയിമാണ് എന്ത്? കുഞ്ചപ്പാടി. സോ വല്യമ്മാവൻ ഹാഡ് 2 children. ആരൊക്കെയാണ്? രാഘവ പിഷാരടി ആൻഡ് നാണിക്കുട്ടി. സോ രാഘവ പിഷാരടിയുടെ ഫാമിലിയിൽ വരുന്ന റിലേറ്റീവ്സ് ആണ്, അതായത് അവരുടെ സൺ അല്ല ആര്? രാമനും കുഞ്ചക്കുട്ടിയും സണ്ണാണെന്നൊന്നും പറയുന്നില്ല നമുക്ക് അല്ലെ. വി ഡോണ്ട് ഹാവ് we can say evidence to say it like that. We don't have that much information to connect the idea. Okay, so just രാഘവ പിഷാരടിയുടെ ഹൗസിലുള്ള അല്ലെ ആ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് എന്ന് പറയാം. സണ്ണാണോ എന്താണ് റിലേഷൻ എന്ന് നമുക്ക് അറിയില്ല. നബിയോ ഒക്കെ ആയിരിക്കാം. ആരാണ്? രാമൻ ആൻഡ് കുഞ്ചുക്കുട്ടി എന്ന് പറയുന്ന 2 ആൾക്കാരെയാണ് ആ ഫാമിലിയിൽ പറയുന്നത്. then we have another അല്ലെ, വല്യമാമൻ ഹാഡ് എ ഡോട്ടർ. ആ ഒരു ഡോട്ടറിന്റെ പേരാണെന്ത്? നാണിക്കുട്ടി അല്ലെ. നാണിക്കുട്ടിയുടെ സണ്ണാണ് ആര്? രാഘവൻ. നാണിക്കുട്ടിയുടെ സണ്ണാണ് രാഘവൻ എന്ന് പറയുന്നത്. സോ രാഘവ പിഷാരടിയുടെ നെവ്യൂ ആയിട്ട് വരും ആര്? രാഘവൻ. സോ യു ജസ്റ്റ് നോട്ടീസ് ദ പോയിന്റ്. ഓക്കെ, രാഘവ പിഷാരടിയുടെ അല്ലെ മരുമകനാണ് ആര്? രാഘവൻ. സോ രാഘവ പിഷാരടി മരിച്ചാൽ അല്ലെ ആ പ്രോപ്പർട്ടി പോകുന്നത് നാണിക്കുട്ടിയുടെ സണ്ണായ രാഘവനിലേക്കായിരിക്കും. അതുപോലെ തന്നെയാണ് എന്ത്? വല്യമ്മാവൻ അല്ലെ, അതായത് രാഘവ പിഷാരടിയുടെ ഫാദർ അല്ലെ ആയ വല്യമ്മാവൻ, അവര് മരിച്ചാലല്ലേ പ്രോപ്പർട്ടി ആരിലേക്ക് പോകും? അവരുടെ സിസ്റ്ററായ നാരായണി പിഷാരസ്യാരുടെ മകനിലേക്ക്, അതായത് നമ്മുടെ റൈറ്റർ അല്ലെ ഗോവിന്ദ പിഷാരടിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഈ ഒരു ചാപ്റ്ററിൽ, ഇൻ ദിസ് ചാപ്റ്റർ അല്ലെ, ദ person വല്യമ്മാവൻ or കുഞ്ഞമ്മാവൻ അല്ലെ, these people really treat him in a cruel way എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. So just remember the family line. As once more we can talk of the family line. First ഗോവിന്ദ പിഷാരടി ആണ് നമ്മുടെ റൈറ്റർ അല്ലെ. So his father's name was Karunakara Pisharadi and he married Narayani Pisharasya and they had a 3 children. So the son is named Govinda Pisharadi and daughters like Kutti Opal and Malu Opal. Kutti Opal's husband's name is not specified in this chapter, but Malu Opal's husband's name we get from the chapter. That is, he is named Black Pateri. Then Govinda Pisharadi's wife Lakshmi and his son, yes, Mohanan. Then Narayani Pisharasya's 2 brothers. One brother, elder brother is called Valyamaman, and the smaller brother, the young one is called Kunyamaman, also whose real name was Kunjapadi. So Valyamaman had 2 children. Raghava Pisharadi and Nanikutti. So Raghava Pisharadi had his family members like Raman, Kunjukutti and all. Then Nanikutti, the daughter of Valyamaman, Nanikutti had a son named Raghavan. Okay, this much you remember. Then only you can understand the story. Besides these characters, we have one more character who appears in this chapter. So ഈ ഒരു ക്യാരക്ടേഴ്സ് അല്ലെ, ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിൽ പെടാത്ത ഒരു ക്യാരക്ടർ, അതായത് ഈ ഫാമിലിയിൽ അല്ലെ പെടാത്തൊരു വേറൊരു പുറത്തുനിന്നുള്ള ഒരു ക്യാരക്ടറിനെ പറ്റി പറയുന്നുണ്ട്. സോ ദാറ്റ് ക്യാരക്ടർ ഈസ് പരുത്തിയിൽ കൃഷ്ണൻ നായർ. അതായത് പരുത്തിയിൽ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഹിസ്
nephew. അദ്ദേഹത്തിന്റെ അല്ലെ മരുമകനാണ് ആര്? ഗോവിന്ദൻ എന്ന് പറയുന്നത്. So you understood. Don't get confused. Our writer's name is Govinda Pisharati. We are talking about Govindan. Govindan എന്ന് പറയുമ്പോൾ പരുത്തിയിൽ കൃഷ്ണൻ നായരുടെ നെവ്യൂ ആണ്. You understood? അദ്ദേഹത്തിന്റെ അല്ലെ മരുമകനാണ്. പരുത്തിയിൽ കൃഷ്ണൻ നായർ എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലി ലൈനിൽ പെടുന്ന ആളല്ല. സോ ബട്ട് ഈ ചാപ്റ്ററിലല്ലേ നമ്മൾ പരാമർശിക്കുന്ന വേറൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ നെവ്യൂ ആണ് ഗോവിന്ദൻ. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. നാണിക്കുട്ടി സൺ എന്ന് പറയുന്നത് രാഘവനായിരുന്നു. നാണിക്കുട്ടി സൺ രാഘവൻ അല്ലെ. നമ്മുടെ റൈറ്ററിന്റെ പേര് ഗോവിന്ദ പിഷാരടി. ദിസ് പരുത്തിയിൽ കൃഷ്ണൻ നായരുടെ നെവ്യൂ ഗോവിന്ദൻ. Okay. Now we will wind up for today because നമ്മളുടെ ചാപ്റ്ററുമായിട്ട് ഇനി തുടങ്ങുകയാണെങ്കിൽ ഇന്ന് നമുക്ക് എന്ത് കിട്ടില്ല, കണക്ഷൻ ഉണ്ടാവില്ല. യു ഷുഡ് ഹാവ് ടു റിമെമ്പർ ഓൾ ദ ക്യാരക്ടേഴ്സ്. യു ഷുഡ് ഹാവ് ടു understand the connections between the characters and among the characters. എങ്ങനെയൊക്കെയാണ് കണക്ഷൻസ് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ചാപ്റ്ററുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ when you come for the next class, you should have to remember all these things. You just to go to what we can say, just to go to the things that we discussed, the connections between the characters, the background, the social background of the time that we discussed, and also or we can say the biography that we discussed about the writer. Okay, that also you just go through and then come to the next class. Then you will clearly understand the things that when I discuss it. Okay, so take care.